ഓക്കെ, ഈ ബ്ലോക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച് ആണ് ചാപ്റ്റർ. അപ്പോൾ ഇതോടെ ആകുമ്പോഴത്തേക്കും ഈ ബ്ലോക്ക് തീരും. ഈ ചാപ്റ്ററിലും വലിയ സംഭവങ്ങളൊന്നുമില്ല, ഈസി ചാപ്റ്ററാണ്, പക്ഷെ കുറേ ഉണ്ട് പഠിക്കാൻ. കുറച്ച് കൂടുതൽ ഐഡിയാസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ കൺട്രോൾ എന്ന് വെച്ചാൽ എന്താണ്. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും റിലീജിയൻ നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യരുത്, നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ദൈവം നിങ്ങളെ ശിക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അതായത് നിങ്ങൾ ട്രാഫിക്കിൽ പോകുന്നു, ട്രാഫിക് റൂൾസ് പാലിക്കണം, ട്രാഫിക് ലൈറ്റ്സിന് എന്താണ് അത് ക്രോസ് ചെയ്യുമ്പം സൂക്ഷിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ കൺട്രോൾ ആണ്. എന്തിനാണ് സോഷ്യൽ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ലൈഫ് പോസിബിൾ ആക്കുക, സോഷ്യലൈസേഷൻ കൊണ്ടുവരിക, നിങ്ങളൊരു സോഷ്യലൈസ്ഡ് പേഴ്സൺ ആക്കി മാറ്റുക, അല്ലെങ്കിൽ കളക്റ്റീവ് ലൈഫ് പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ, സോഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ, ഇതിനൊക്കെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നത്. അത് നമുക്ക് ഡിഫറെൻറ്റ് തരത്തിൽ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി, റിലീജിയൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ, ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ കൺട്രോൾ നടപ്പിലാക്കാൻ പറ്റും. അവരുടെ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ സോഷ്യൽ ഏജൻസ് എന്ന് വിളിക്കും. അവർ ഡിഫറെൻറ്റ് മീൻസ് വഴിയാണ് സോഷ്യൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് എ സൊസൈറ്റി ടു റെഗുലേറ്റ് ഇറ്റ്സെൽഫ് അക്കോർഡിംഗ് ടു ഡിസയർഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ്. അതായത് ഒരു സൊസൈറ്റിക്ക് സ്വയമേ കൺട്രോൾ ചെയ്യാൻ പറ്റണം. എന്താണ്, ചില ഡിസൈർഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്വന്തമായി ഒരു സൊസൈറ്റിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സോഷ്യൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ കൺട്രോളിൻ്റെ ഡെഫിനിഷൻ E.A. റോസിൻ്റെയും ഓക്ബേൺ ആൻഡ് നിംകോഫിൻ്റെയും ഡെഫിനിഷൻ ഉണ്ട്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ചില സോഷ്യൽ കൺഫേമിറ്റിയെ കൊണ്ടുവരാൻ, അതായത് സോഷ്യൽ പാറ്റേൺസ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്യണം, സോഷ്യൽ കൺട്രോൾ ബിഹേവിയറൽ പാറ്റേൺസ് ഇങ്ങനെ ആയിരിക്കണം, സോഷ്യൽ കണ്ടക്ട് ഇങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ചില ഡിഫൈൻഡ് വേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പെരുമാറേണ്ടുന്ന വിധം കൊണ്ടുവരുന്നതിനെയാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി സോഷ്യൽ സോളിഡാരിറ്റി, സോഷ്യൽ സ്റ്റെബിലിറ്റി, കണ്ടിന്യൂറ്റി ഓഫ് സൊസൈറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സഹായിക്കും. ഇവിടെ ശരിക്കും ഫിയർ അല്ല, നിങ്ങൾ പേടിച്ചിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്, പിന്നെയോ അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങളത് ചെയ്തു പോകുക. കാരണം ജനറേഷൻ ടു ജനറേഷൻ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാറ്റേൺ സിസ്റ്റം ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യും, നിങ്ങളത് പാലിച്ചു വരും. അങ്ങനെ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളത് സഹായിക്കും. കെയോസ് ആൻഡ് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എല്ലാം മെസ്റ്റപ്പ് ആയിരിക്കും, നിങ്ങളോട് ആരും ചോദിക്കാനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അപ്പോൾ അങ്ങനെയുള്ളത് ഇല്ലാതെ ഒരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവന്ന് സൊസൈറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്, സോഷ്യൽ കൺഫ്യൂഷൻ ആൻഡ് കെയോസ് ഒഴിവാക്കാനാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ട് സഹായിക്കുന്നത്. ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ നെസസറി ഫാക്ടറാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. E.A. റോസ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരും സോഷ്യൽ കൺട്രോൾ എന്ന് തന്നെയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചില ഡിവൈസുകളും ചില ഉപകരണങ്ങളാണ്. ഉപകരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷനോ നമ്മുടെ ബിലീഫ് സിസ്റ്റമോ അല്ലെങ്കിൽ കൾച്ചറോ പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നു, നമ്മൾ ചില ഇങ്ങനെയുള്ള ഡിവൈസുകൾ സൊസൈറ്റിയിൽ എന്തുകൊണ്ടുവരും, സൊസൈറ്റിയെയും അതിൻ്റെ മെമ്പേഴ്സിനെയും ഒരു അക്സെപ്റ്റഡ് ബിഹേവിയറൽ പാറ്റേണിലേക്ക് കൺഫോമിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സഹായിക്കുന്ന ഡിവൈസുകളെയാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് E.A. റോസ് പറയുന്നത്. ഓക്ബേൺ ആൻഡ് നിംകോഫ് പറയുന്ന അനുസരിച്ച് പ്രഷർ പാറ്റേൺ ആണല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഫിസിക്കൽ പ്രഷർ വഴി നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൊയേർഷൻ വഴി നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നതെന്നാണ് നിംകോഫ് ആൻഡ് ഓക്ബേൺ പറയുന്നത്. അതേപോലെ ഇത് പലതരത്തിലുള്ള അല്ലേ, പബ്ലിക് ഒപ്പീനിയൻ, റിലീജിയൻ, മൊറാലിറ്റി, ഐഡിയോളജി, കൊയേർഷൻ, ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും പറയുന്നത് കൊണ്ട് ഒരു സോഷ്യൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് മാറാം. നിങ്ങളുടെ റിലീജിയൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ സോഷ്യൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് മാറാം. മൊറാലിറ്റി, നിങ്ങളുടെ മോറൽ വാല്യൂസ്, അതായത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള സ്വയം കഴിവിനെയാണ് മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയും സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാം. അല്ലെ ഫിസിക്കൽ പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾക്ക് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാം. ഇതെല്ലാം എന്താണ് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്, ഡിഫറെൻറ്റ് വേസ് ആണ്. ഇനി മെയിനായിട്ട് സോഷ്യൽ കൺട്രോൾ ഡൊമിനൻറ്റ് ഗ്രൂപ്പുകളാണ്. മെയിൻലി മേജർ റിലീജിയൻ ഏതാണോ അവരാണ് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ കൺട്രോൾ മെത്തേഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നത്. ഈ സോഷ്യൽ കൺട്രോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. മെയിൻലി 2 ടൈപ്പാണ്, ഫോർമലും ഇൻഫോർമലും. നമുക്കറിയാം ഫോർമൽ വേ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, പാർലമെന്റ്, പോലീസ്, ലോ ആൻഡ് ഓർഡർ, കോർട്ട് ഇവരൊക്കെ കൊണ്ടുവരുന്ന സിസ്റ്റം ആയിരിക്കും ഫോർമൽ എന്ന് പറഞ്ഞാൽ. ഇപ്പം ലോസ് പാസ്സാക്കുന്നു, അല്ലെങ്കിൽ പാർലമെന്റിലെ നിയമങ്ങൾ, പോലീസ് സിസ്റ്റം അവരുടെ നിയമങ്ങൾ, CRPC, IPC, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം എന്താണ് ഫോർമൽ വേ ഓഫ് കൺട്രോൾ പാറ്റേൺ ആണ്. ഇത് മെയിനായിട്ട് അർബൻ കോംപ്ലക്സ് സൊസൈറ്റികളിലാണ് നമുക്ക് ഫോർമൽ വേ ഓഫ് പാറ്റേൺ കാണാൻ പറ്റുന്നത്.
ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ ശരിക്കും അനോണിമിറ്റിയാണ്, ആർക്കും പരസ്പരം അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ തെറ്റ് ചെയ്തോ നിങ്ങൾ ശിക്ഷ കിട്ടും, അങ്ങനെ ഒരു സിസ്റ്റം. അതായത് ഇവിടെ എന്താണ്, ഇംപേഴ്സണൽ ആയിരിക്കും റിലേഷൻസ് എല്ലാം, പരസ്പരം ഒരു പേഴ്സണൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യത്തില്ല, ഇംപേഴ്സണൽ ഗ്രൗണ്ട് ഓഫ് പാറ്റേൺ ആയിരിക്കും. ഇൻഫോർമലിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫാമിലി ഒരു മെയിൻ സിസ്റ്റമാണ് ഫാമിലി. ഫോർമലിന്റെ മെയിൻ ഏജന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേരള, കർണാടക, തമിഴ്നാട് പോലെയല്ല, നേഷൻ സ്റ്റേറ്റ്, അതായത് നിങ്ങളുടെ ഇന്ത്യ, അതാണ് ശരിക്കും ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇൻഫോർമൽ കൺട്രോളിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻഫോർമൽ കൺട്രോൾ ചെയ്യുന്ന മെയിൻ ഏജന്റ് ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ, ഇപ്പൊ വീട്ടിൽ നിങ്ങൾക്ക് എഴുതപ്പെട്ട റൂളുകളില്ല അല്ലെ, അൺറിട്ടൺ റൂളിന്റെ പുറത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അല്ല രാവിലെ എണീക്കണം, പഠിക്കണം എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അച്ഛൻ കൊയേഴ്സ് അല്ലെങ്കിൽ അച്ഛൻ്റെ ഫിസിക്കൽ പ്രഷർ ഉണ്ടാവുന്നു, നിങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എല്ലാം നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺസ് എല്ലാം എന്തായിരിക്കും, ഇൻഫോർമൽ വേയിലായിരിക്കും. ഒരു കോംപ്ലക്സ് അർബൻ സൊസൈറ്റി എടുക്കുമ്പോഴത്തേക്കും അവിടെ ഫോർമൽ വേ ഓഫ് ബിഹേവിയറൽ പാറ്റേൺസും അല്ലെങ്കിൽ ഫോർമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും നമുക്ക് കാണാൻ പറ്റും. ഫോർമൽ സോഷ്യൽ കൺട്രോൾ എങ്ങനെ കാണാം, നിങ്ങളിപ്പോൾ ഒരു ഫാമിലിക്കകത്ത്, നിങ്ങൾ ഒരു കോർപ്പറേഷൻ ഏരിയ താമസിക്കുന്നത് നിങ്ങൾക്ക് ഫാമിലി ഇല്ല എന്നല്ലല്ലോ. അപ്പോൾ ഫാമിലിക്കകത്ത് നിങ്ങൾക്ക് ഇൻഫോർമൽ കൺട്രോളും, നിങ്ങൾ ഫാമിലി പുറത്ത് വരുമ്പോഴത്തേക്കും ഫോർമൽ കൺട്രോളും കാണാൻ പറ്റും. ഇവിടെ ഒരു ഇൻഫോർമൽ കൺട്രോളിൽ എല്ലായിടത്തും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അനോണിമിറ്റി ഇല്ല, എല്ലാവർക്കും പരസ്പരം അറിയാം. അതാണ് ഒരു പേഴ്സണൽ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് അവിടെ പണിഷ്മെന്റ് കിട്ടും. ആ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ്, നിങ്ങൾ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കത്തില്ല അല്ലെ, അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ശിക്ഷിക്കും, അത്രയൊക്കെയുള്ള ഒരു പണിഷ്മെന്റ് പാറ്റേൺ മാത്രമേ ഇവിടെ കാണാൻ പറ്റൂ, ഇൻഫോർമൽ വേയിൽ കാണാൻ പറ്റും. ഇനി ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സോഷ്യൽ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ ആരൊക്കെ ചെയ്യാം, അത് ലോ ആവാം, അല്ലെങ്കിൽ മൊറാലിറ്റി കൊണ്ടാവാം, പബ്ലിക് ഒപ്പീനിയൻ ആവാം, പ്രൊപ്പഗേണ്ട വഴിയാവാം. അപ്പൊ ഡിഫറെന്റ് വേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലീജിയനോ ഫോക്ക് വേയോ ആര് വേണമല്ലോ ആയിക്കോട്ടെ, എങ്ങനെയാലും സോഷ്യൽ കൺട്രോൾ ചെയ്യുന്ന ആളുകളെയാണ് ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ലോ ആയിരിക്കും. മെയിൻ സിഗ്നിഫിക്കന്റ് ആൻഡ് മോസ്റ്റ് പവർഫുൾ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ലോയാ. എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും നിയമങ്ങൾ പാസ്സാക്കുന്നു. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അത് അവർ പാസ്സാക്കുന്നല്ലോ, ഇപ്പം പാർലമെന്റിൽ നിയമങ്ങൾ പാസ്സാക്കുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടു, പോലീസ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ കോർട്ട് ലെജിസ്ലേഷൻ ഉണ്ട്, ജുഡീഷ്യറി സിസ്റ്റം ഉണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ ഫുൾ ഐഡിയാസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങൾക്ക് അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുന്നു, ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നു. അതാണ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൗക്കെക്ക് പറയുന്ന അനുസരിച്ച് എന്താണ് ലോ, ലോ ആർ എ ഫോം ഓഫ് സോഷ്യൽ റൂൾ, സോഷ്യൽ റൂളാണ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ത് ചെയ്തു, പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുകൾ ഉണ്ടാക്കിയെടുക്കുന്ന സോഷ്യൽ റൂളുകൾ നിങ്ങളെ എന്ത് ചെയ്യും, സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാൻ സഹായിക്കും എന്നാണ് റൗക്കെക്ക് പറയുന്നത്. ഇനി പലതരത്തിലുള്ള ലോസ് ഉണ്ടാവാറുണ്ട്, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ് ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെല്ലാം ഒരു ഫോർമൽ ബോഡീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ലോ ഉണ്ടാക്കുന്നതെല്ലാം ഫോർമൽ ബോഡി ആയിരിക്കും. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം എമിലി ദുർഖ്യം പറയുന്ന അനുസരിച്ച് യങ്ങർ ജനറേഷൻ മുതൽ സോഷ്യലൈസേഷൻ നടക്കാൻ സഹായിക്കുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടില് കുഞ്ഞിലെ മുതൽ എന്ത് ചെയ്യും, അമ്മ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്നെല്ലാം പഠിപ്പിക്കുന്നില്ലേ, അതൊരു ഇൻഫോർമൽ വേ ഓഫ് എഡ്യൂക്കേഷനാണ്. അവിടെ നിന്ന് നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ടൂൾസ്, ടീച്ചേഴ്സ്, പിന്നെന്താണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ടാവുന്നുണ്ട്, ബുക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫോർമൽ വേ ഓഫ് എഡ്യൂക്കേഷനാണ്. ഈ ഫോർമൽ വേ ഓഫ് എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കുക, ജോലി നേടിയെടുക്കുക എന്നതിന് പുറമെ സോഷ്യൽ വാല്യൂസ് ആൻഡ് നോംസ് നിങ്ങൾ പഠിക്കുക എന്നതാണ് ശരിക്കും എഡ്യൂക്കേഷന്റെ എയിം എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നമുക്ക് റിലീജിയസ് വാല്യൂസും പാട്രിയോട്ടിക് വാല്യൂസും എല്ലാം പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് കൺട്രോൾ ബൈ പബ്ലിക് ഒപ്പീനിയൻ. അതായത് കുറെ പേര് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ സംഭവം അങ്ങനെയായിട്ട് മാറുന്നു. ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും എന്തുണ്ട്, ഒരു അഭിപ്രായം ഉണ്ട്, എല്ലാവരും സോഷ്യൽ മീഡിയ വഴി എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അപ്പൊ കുറെ പേര് പറയുമ്പോൾ എന്താവും, അതൊരു പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് മാറും. ആ പബ്ലിക് ഒപ്പീനിയൻ സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് മാറും. ഇത് മെയിനായിട്ട് ഇത്തരം പബ്ലിക് ഒപ്പീനിയൻസ് എന്താണ്, മീഡിയ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ പ്രസ്, റേഡിയോ, ടെലിവിഷൻ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക് ഒപ്പീനിയൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. ഇത് കളക്റ്റീവ് ഒപ്പീനിയൻ ആയിരിക്കും, കുറെ പേരുടെ ഒപ്പീനിയൻ ആയിരിക്കും ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരം സോഷ്യൽ കൺട്രോളിന്റെ ഭാഗമാകുന്നത്. ഇനി പ്രൊപ്പഗേണ്ട വഴി കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു റൂളിംഗ് പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടിയും, ഒപ്പോസിഷൻ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു, റൂളിംഗ് പാർട്ടീനെ പറ്റിയിട്ട് അവർ ഇന്ന വാഗ്ദാനങ്ങൾ തന്നിട്ട് നമുക്ക് നിറവേറ്റിയില്ല, അവർ ഇന്ന കേസിൽ ഉൾപ്പെട്ട ആളുകളാണ്, പിന്നെന്താ അവര് ഇന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ സ്പ്രെഡ് ചെയ്യും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, അവർ ചിന്തിക്കും അത് ശരിയല്ലേ, അപ്പൊ അവരിങ്ങനെ ചെയ്തില്ലല്ലോ, ഇന്ന കേസിൽ വന്നിട്ടുള്ളതല്ലേ, അപ്പൊ അടുത്ത വട്ടം വോട്ട് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആളുകൾക്കുണ്ടാവും. അപ്പൊ എന്താണ്, പ്രൊപ്പഗാൻഡ വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഈ പ്രൊപ്പഗാൻഡയ്ക്ക് സോഷ്യൽ കൺട്രോളിൽ നെഗറ്റീവോ പോസിറ്റീവായോ ഏതെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇവിടെ പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, അവരുടെ വിശ്വാസം, അവരുടെ ഐഡിയോളജി, ഇതിനെല്ലാം എന്ത് ചെയ്യും, ഈ പ്രൊപ്പഗാൻഡ വഴി നമുക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി
കൺട്രോൾ ബൈ കൊയേർഷൻ എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊണ്ട് നേടിയെടുക്കാം. അതായത് ഫിസിക്കൽ പ്രഷറിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ തടയുക, സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. വീട്ടിൽ അച്ഛനടിക്കുക, അതൊരു ഒരു കൊയേർഷനാണ്, ഒരു ഫിസിക്കൽ കൺട്രോൾ ആണ്. എന്ത് ചെയ്യും, അതുവഴിയും സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. ഫോമൽ വേയിൽ സോഷ്യൽ കൺട്രോൾ ചെയ്യുന്ന ഏജൻസി സ്റ്റേറ്റ് ആയിരിക്കും. ഇനി കസ്റ്റംസ്, നമ്മുടെ ആചാരങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാം. അതൊരു ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ വിശ്വാസങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണ്, അവിടെ എന്ത് ചെയ്യും, അതിന് പുറമെ അല്ലെങ്കിൽ അതിനപ്പുറം ചെയ്യാൻ നിങ്ങൾ മടിക്കും. കാരണം നിങ്ങളുടെ വിശ്വാസം അതാണ് നിങ്ങളുടെ കസ്റ്റം വഴി. ഇത് മെയിനായിട്ട് ട്രഡീഷണൽ റൂറൽ സൊസൈറ്റികളിലായിരിക്കും ഇത്തരം സോഷ്യൽ കൺട്രോൾ കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് റിലീജിയൻ വഴി സോഷ്യൽ കൺട്രോൾ ഉണ്ട്. റിലീജിയൻ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മൊറാലിറ്റി പോലെ തന്നെയാണ്. നിങ്ങളുടെ സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തെറ്റ് ചെയ്താൽ ദൈവം എന്ത് ചെയ്യും, ശിക്ഷിക്കും എന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നിങ്ങൾ നല്ലത് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ശരിക്കും സംഭവം. അപ്പോൾ എന്താ പറ്റുന്നത്, ഒരു സൂപ്പർ നാച്ചുറൽ ബീയിങ്ങുമായിട്ടൊരു ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുമ്പം ഈ സൂപ്പർ നാച്ചുറൽ ബീയിങ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അതുവഴി നമ്മുടെ കണ്ടക്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പം ഈ നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് മാറും. ഇത് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡ്യൂട്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ഡ്യൂട്ടി നമുക്കുണ്ടാവും. ഇനി റിലീജിയൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ പാട്രിയാർക്കി ഉണ്ടാവാൻ അത് സഹായിക്കും. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും സംഭവം, ഇപ്പോൾ റിലീജിയൻ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ആണ്. ആ റിലീജിയൻ, ഇപ്പം നിങ്ങളൊരു പെർട്ടിക്കുലർ റിലീജിയൻ വിശ്വസിക്കുന്നു, ആ റിലീജിയൻ പറയാണ് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്കെല്ലാം. അതായത് ഭർത്താവ് എന്ത് ചെയ്യുന്നു, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ടേക്ക് അച്ഛൻ പറയുന്നതെല്ലാം ശരിയാണ്. നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫുൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ വിമൻ എന്തോ പറ്റും, ഫുൾ കൺട്രോൾ മെനിൻ്റെ കയ്യിലായിരിക്കും. അവിടെ കാരണം റിലീജിയൻ പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പണ്ട് കാലത്ത് ഈ ഡിവൈൻ റൂൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് രാജാക്കന്മാര് ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണെന്നും അവരെന്ത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും, കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും, രാജാവ് പറയുന്നതെല്ലാം എന്ത് ചെയ്യണം, അനുസരിച്ചേ പറ്റത്തുള്ള ഒരു സിസ്റ്റം വരും. അപ്പൊ ഇതാണ് റിലീജിയൻ. ഇനി കൺട്രോൾ ബൈ മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ വാല്യൂ, നേരത്തെ പറഞ്ഞില്ലേ, അതായത് ബാഡ് ആൻഡ് ഗുഡ് അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവിലിനെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കോൺഷ്യൻസ്, നിങ്ങളുടെ ഉപബോധ മനസ്സിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, മൊറാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലീജിയൻ പോലെ തന്നെയാണ്, രണ്ടിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കണ്ടക്റ്റിനെ, നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺസിനെ ശരി തെറ്റ് എന്നിങ്ങനെ വേർതിരിക്കാൻ സഹായിക്കുന്നു. മോറൽ ഓർഡർ നമുക്ക് ഇന്റേണലൈസ്ഡ് അല്ല. നിങ്ങൾക്ക് ആരും ഇന്നത് തെറ്റ് ഇന്നത് ശരിയെന്ന് പറഞ്ഞു തരണ്ട, നിങ്ങൾക്ക് അറിയാം. ഇന്റേണലൈസ്ഡ് ആണ്. നിങ്ങൾ സോഷ്യലൈസേഷന് വേണ്ടി നിങ്ങൾക്ക് കുറെ മോറൽ ഓർഡർ കിട്ടും. ഇനി ഓരോ സൊസൈറ്റിക്കും സ്വന്തം മോറൽ ഓർഡേഴ്സ് ഉണ്ടാവും. അതെല്ലാം വ്യത്യസ്തവുമായിരിക്കും. അവിടെ എന്ത് ചെയ്യും, ഡിഫറെന്റ് കൺട്രോൾ പാറ്റേൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ റിച്വൽ, നിങ്ങളുടെ ഫാഷൻ, നിങ്ങളുടെ സോഷ്യൽ സെറിമണീസ്, ഇതെല്ലാം സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാൻ കാരണക്കാരാവുന്നുണ്ട് അല്ലെങ്കിൽ കാരണമാകുന്നുണ്ട്. ഇനി കൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് സോഷ്യൽ ചേഞ്ച്. അപ്പം ഇതുവരെ സോഷ്യൽ കൺട്രോൾ തീർന്നു, ഇനി സോഷ്യൽ ചേഞ്ചിലേക്ക് പോവുക. എന്താണ് സോഷ്യൽ ചേഞ്ച്? മാറ്റം. അത് തന്നെയാണ് സോഷ്യൽ ചേഞ്ച്. അതായത് ഇങ്ങനെ പറയുന്നത് സിഗ്നിഫിക്കന്റ് ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ. വളരെ എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള എന്തോ ഒരു ചേഞ്ച്, ഒരു ഓൾട്ടറേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്തിനൊക്കെ വരുന്നു? സോഷ്യൽ ഓർഗനൈസേഷനോ സോഷ്യൽ സ്ട്രക്ചറിനോ സോഷ്യൽ ഫംഗ്ഷനോ ഉണ്ടാകുകയാണ് എങ്കിൽ അതിനെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. സോഷ്യൽ ചേഞ്ച് ഡിഫറെന്റ് പാറ്റേൺസ് സോഷ്യൽ ചേഞ്ച് ഉണ്ട്. സോഷ്യൽ പ്രോസസ്സിനോ സോഷ്യൽ പാറ്റേണിനോ ആക്ഷൻ ഇന്ററാക്ഷനോ റൂൾസിനോ അത് കണക്കിന് കണ്ടക്ട്, വാല്യൂസ്, സിംബൽസ് എന്തിനു വേണമെങ്കിലും ചേഞ്ച് ഉണ്ടാവാം. ഇതെല്ലാം എന്താണ്? സോഷ്യൽ ചേഞ്ചിന് ഡിഫറെന്റ് പാറ്റേൺസ് ആണെന്ന് പറയാം. അതേപോലെ മെറ്റീരിയൽ ചേഞ്ചും നോൺ മെറ്റീരിയൽ ചേഞ്ചും ഉണ്ടാവുന്നു. ഒരു റിലീജിയസ് ആയിരുന്ന പേഴ്സൺ, അതായത് ഹിന്ദു മതത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലോ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ പിന്നീട് ഒരു കാലത്ത് എയ്തിസ്റ്റ് ആയിട്ട് മാറും. നിങ്ങളുടെ നോൺ മെറ്റീരിയൽ ചേഞ്ച് ഉണ്ടായില്ലേ? നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണ്, വേഗം നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ അമേരിക്കയിലേക്ക് പോയി. അവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഫുഡ് സിസ്റ്റം മാറി, ഡ്രസ് സിസ്റ്റം മാറി. അപ്പോൾ എന്താണ്? ഫുഡ് പാറ്റേണോ ഡ്രസ് പാറ്റേണോ ഫുള്ള് മാറി. അവിടെ എല്ലാം എന്താണ്? മെറ്റീരിയൽ സിസ്റ്റം മാറി. അപ്പോൾ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. മെറ്റീരിയൽ വിധത്തിലോ നോൺ മെറ്റീരിയൽ വിധത്തിലോ എന്തുണ്ടാവാം? സോഷ്യൽ ചേഞ്ച് ഉണ്ടാകാം. ഇനി അതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് സൊസൈറ്റിക്ക് അകത്തുള്ള ഫാക്ടേഴ്സ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ എൻഡോജീനസ് ഫോഴ്സസ് എന്നും, സൊസൈറ്റിക്ക് പുറത്തുള്ള ഫാക്ടേഴ്സ് ആണ് സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നതെങ്കിൽ അതിനെ എക്സോജീനസ് ഫാക്ടേഴ്സ് എന്നും വിളിക്കും. ഇനി ഇതെങ്ങനെയാണ് പിള്ളേരെ മാറുന്നത്? അപ്രോച്ചസ് സോഷ്യൽ ചേഞ്ചിനെ നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് തിയറി ഉണ്ട്. എവല്യൂഷണറി തിയറി, സൈക്ലിക്കൽ തിയറി, സ്ട്രക്ചറൽ ഫങ്ഷണൽ കോൺഫ്ലിക്ട് തിയറി.
ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ കോൺഫ്ലിക്റ്റ് തിയറി എന്ന ഒറ്റ തിയറിയാണ്. അങ്ങനെ 3 വിധത്തിലാണ് നമ്മൾ സോഷ്യൽ ചേഞ്ചിനെ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് വൺ എവല്യൂഷണറി തിയറി നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, എവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞാൽ അതൊരു കോൺഗ്ലോമറേറ്റ് തിയറിയാണ്. എന്ന് വെച്ചാൽ കുറെ തിയറികൾ ചേർത്ത് വെച്ചിട്ട് ഒറ്റ തിയറി ആക്കിയെടുത്ത തിയറിയാണ് എവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. എവല്യൂഷൻ അറിയാലോ, മനുഷ്യന്റെ പരിണാമം. അതായത് നിയാൻഡർതൽ അല്ലെങ്കിൽ ഓസ്ട്രലോപിത്തക്കസ് ഒക്കെ ആയിരുന്ന മനുഷ്യൻ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന നിലയിലേക്ക് ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ പ്രോഗ്രസീവ് ആയ ഒരു ചേഞ്ച് ഉണ്ടായി. ഇതേ സെയിം സാധനമാണ് എവല്യൂഷണറി തിയറിക്കാർ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ചേഞ്ച്, സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നത് എങ്ങനെയാ? സോഷ്യൽ ചേഞ്ച് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡിറക്ഷനിൽ, അതായത് യൂണിലീനിയർ ആയിട്ട് ഏതെങ്കിലും ഒരു ഡിറക്ഷനിൽ മാത്രം ചേഞ്ച് ഉണ്ടാവുക. അവിടെ പ്രോഗ്രസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, സിംഗിൾ സെൽഡ് ആയിരുന്ന ഒരു ഓർഗാനിസം വളർന്ന് കോംപ്ലക്സ് ആയ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് മാറുന്നില്ലേ? അപ്പൊ അവിടെ എന്താണ്, ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ പ്രോഗ്രസ് മാത്രം ഉണ്ടായിട്ട് യൂണി ഡിറക്ഷനിലായി മൂവ് ചെയ്യുന്നു. ഇതാണ് എവല്യൂഷണറി തിയറിയുടെ ശരിക്കും ഇതാണ് ക്രക്സ് എന്ന് പറഞ്ഞാൽ. ഇനി എവല്യൂഷണറി തിയറിക്കാരെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിക്കൽ എവല്യൂഷണറി തിയറീസ് പറയുന്ന ആളുകളും ന്യൂ എവല്യൂഷണറി തിയറിസ്റ്റ് പറയുന്ന ആളുകളും. അതായത് ക്ലാസിക്കൽ എവല്യൂഷണറി തിയറിസ്റ്റുകളും ന്യൂ എവല്യൂഷണറി തിയറിസ്റ്റുകളും. ക്ലാസിക്കൽ എവല്യൂഷണറി തിയറിസ്റ്റുകൾ ഏതാണ്ട് 19th സെഞ്ചുറിയിലാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ട് ആളുകൾ ഹെർബർട്ട് സ്പെൻസർ, ടൈലർ, കോംറ്റെ, കുറെ പേരുണ്ട്. നിങ്ങൾ അറിയാവുന്ന ഒരു 3-4 പേര്. ഇപ്പൊ കോംറ്റെ, സ്പെൻസർ, ടൈലർ, മോർഗൻ, ഇവരെയൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പൊ അവർ പറയുന്നത് എന്താണെന്നറിയാമോ, എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡയറക്ഷൻ അല്ല, യൂണി ഡയറക്ഷൻ അല്ല, ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ, സിമിലർ ഡയറക്ഷനിൽ മാത്രമേ ചേഞ്ച് ഉണ്ടാവും. ഇവിടുന്ന് തുടങ്ങിയ അവിടെ പോയി അവസാനിക്കും. അതായത് ഒരിടത്തും തുടങ്ങിയ ഒരു എൻഡ് പോയിന്റ് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിച്ചേരും. അതാണ് എന്ത് പറയുന്നത്, ക്ലാസിക്കൽ എവല്യൂഷണറി തിയറി പറയുന്നത്. ന്യൂ എവല്യൂഷണറി തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഇവരിൽ നിന്നൊരു ചെറിയ വ്യത്യാസം. ഇവർ പറയുന്നത് ഇവിടെ നമുക്ക് എവല്യൂഷനെ സ്പെസിഫിക് എന്നും ജനറൽ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇതിന്റെ പ്രൊപ്പോണൻസ് ആരൊക്കെയാന്ന് വെച്ചാൽ ഇത് 20th സെഞ്ചുറിയിലാണ് ഡെവലപ്പ് ചെയ്തത്. ഗോർഡൻ ചിൽഡെ, അതുകൊണ്ട് തന്നെ ജൂലിയൻ സ്റ്റീവേർഡ്, ലെസ്ലി വൈറ്റ്, ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ ന്യൂ എവല്യൂഷണറി തിയറിസ്റ്റുകളാണ്. അവർ പറയുന്നത് എവല്യൂഷൻ 2 ടൈപ്പിലുണ്ട്, നമുക്ക് സ്പെസിഫിക് എന്നും ജനറൽ എന്നും ക്ലാസിഫൈ ചെയ്യാം. കൂടാതെ എവല്യൂഷന് 2 ഡയറക്ഷൻ ഉണ്ട്, ബൈ ഡയറക്ഷണൽ ആണ്. ക്ലാസിക്കലി പറയുന്ന പോലെ യൂണി ഡയറക്ഷണൽ അല്ല, അത് ബൈ ഡയറക്ഷണൽ ആണ്. 2 ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെയാ? ബയോളജിക്കൽ ഒരു ചേഞ്ചും ഉണ്ടാവും, കൾച്ചറൽ ചേഞ്ചും ഉണ്ടാവും. അപ്പൊ ബയോളജിക്കൽ ആസ്പെക്ട്സിനും കൾച്ചറൽ ആസ്പെക്ട്സിനും പാരലലായ ചേഞ്ച് എവിടെ കാണാൻ പറ്റും? എവല്യൂഷനകത്ത് കാണാൻ പറ്റും. അതാണ് എവല്യൂഷണറി തിയറീസ് ഓഫ് ചേഞ്ചിനകത്ത് പറയുന്നത്. ഇനി സൈക്ലിക്കൽ തിയറി എന്താ പറയുന്നത്? സൈക്ലിക്കൽ തിയറി നേരെ തിരിച്ച. ഇവർ പറയുന്നത്, എവല്യൂഷൻ പറയുന്നത് പോലെ ഒരിടത്തും തുടങ്ങി മറ്റൊരിടത്ത് അവസാനിക്കുകയല്ല. ലൈഫ് പാറ്റേൺസ് ഫുൾ എന്ത് ചെയ്യാണ്? റിപ്പറ്റീഷൻ ആണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നടന്ന ഒരേ സംഭവം കുറെ കാലം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ സൈക്കിള് പോലെ സെയിം സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിസ്റ്റമാണ് സൈക്ലിക്കൽ തിയറീസ് എന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ മെയിൻ ആളുകൾ ആരൊക്കെയാണ്? ക്രോബർ ഉണ്ട്, സ്പെംഗ്ലർ ഉണ്ട്, അത് കണക്കാണ് സൊറോക്കിൻ ഉണ്ട്. നിങ്ങൾ സൊറോക്കിനെയും സ്പെംഗ്ലറിനെയും ഒക്കെ ഓർത്ത് വയ്ക്കുക. മെയിൻ ആയിട്ടുള്ള ആളുകളെ മാത്രം ഓർത്ത് വയ്ക്കുക. പരേറ്റോനും ഒക്കെ ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള 2 പേരെ ഓർത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ റെക്കറന്റ് ഫേസസ്, ലൈഫിലെ റെക്കറന്റ് ഫേസസ് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സീരീസ് പോലെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നാണ് സൈക്ലിക്കൽ തിയറി പറയുന്നത്. ഇനി മൂന്നാമത്തത് സ്ട്രക്ചറൽ ഫങ്ഷണൽ കോൺഫ്ലിക്ട് തിയറി. ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ കോൺഫ്ലിക്ട് തിയറി ശരിക്കും ഇത് രണ്ടും 2 തിയറിയാണ്, പക്ഷെ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് ഒന്നിച്ച് നമ്മൾ പറയുന്നതാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ കോൺഫ്ലിക്ട് തിയറി എന്ന്. ഇവിടെ ഇതൊരു മിഡിൽ റേഞ്ച് തിയറികളാണ്. സോഷ്യൽ ചേഞ്ചിന്റെ മിഡിൽ റേഞ്ച് MRT-കളാണ് ഇതെല്ലാം. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത് എന്താണ്? ശരിക്കും അവർ പറയുന്നത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയെ പോലെയാണ്. ഹ്യൂമൻ ബോഡിക്കകത്ത് ഇപ്പൊ ലിവർ, കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ എന്നിവ സാധനം ഉള്ളതുപോലെ കുറെ പാർട്സ് സൊസൈറ്റിക്കും ഉണ്ട്. ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. ഇതിന് എന്തെങ്കിലും ഒരെണ്ണത്തിന് ചേഞ്ച് ഉണ്ടായാൽ ഹോൾ സിസ്റ്റത്തിനെ ബാധിക്കും. അതുപോലെയാണ് സൊസൈറ്റി. അവർക്കും ഇൻസ്റ്റിറ്റ്യൂഷനും ഓർഗനൈസേഷനും അസോസിയേഷൻസും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റവും റൂൾസും റിച്വൽസും റിലീജിയനും എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിന് ഏതെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ എന്ത് പറ്റും? ഹോൾ സിസ്റ്റത്തിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നു. അത് തന്നെയാണ് ഇവരുടെ ഒരു മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ എന്താ പറയുന്നത്? ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റാ, മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മാറ്റം നടന്നുകൊണ്ടേയിരിക്കും. ചേഞ്ച് എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് ആയ സാധനമാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പം ഏതെങ്കിലും ഒരു പാർട്ടിന് ഒരു ചേഞ്ച് ഉണ്ടായാൽ ഇത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഈ ഹോൾ സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയത്തിനെ ബാധിക്കുകയും ഈ സിസ്റ്റം എന്ത് ചെയ്യുകയും ചെയ്യും? ചേഞ്ചിന് വിധേയമാവുകയും ചെയ്യും. എന്നിട്ട് എന്തോ പറ്റും? ഇതിന് ആ ഒരു ചേഞ്ച് ഉണ്ടായ എന്നതിനർത്ഥം സിസ്റ്റം ഡിസ്റപ്റ്റ് ആയി, സിസ്റ്റം ഇല്ലാതായി പോകുന്നു എന്നല്ല. സിസ്റ്റം എന്ത് ചെയ്യും? കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആ ചേഞ്ചിനോട് അഡാപ്റ്റ് ചെയ്യും.
അക്ലമാറ്റൈസേഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടിട്ട് പുറത്തൊരു സ്ഥലത്ത് പോയി താമസിക്കാന്ന് വെച്ചോ, നിങ്ങൾക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു ഇതിനോടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതിനെയാണ് അക്ലമാറ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും, ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ആ ചേഞ്ച് നല്ല ചേഞ്ച് ആണെങ്കിൽ അതിനെ ഫങ്ഷണൽ ചേഞ്ച് എന്നും, അത് നമുക്ക് യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ഫങ്ഷണൽ ചേഞ്ച് എന്നും പറയും. ഡിസ്ഫങ്ഷണൽ ചേഞ്ചുകളെ റിജക്ട് ചെയ്യുകയും യൂസ്ഫുൾ ചേഞ്ചുകളെ മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ യൂസ്ഫുൾ ചേഞ്ച് ഉണ്ടായ എന്ത് ചെയ്യും, സിസ്റ്റം എന്ത് ചെയ്യുന്നു, കുറച്ച് ദിവസം എടുത്തിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യും, കാലക്രമേണ ആ ചേഞ്ചിനോട് അഡാപ്റ്റേഷൻ സംഭവിക്കും. ഹോൾ സിസ്റ്റത്തിന് അഡാപ്റ്റേഷൻ സംഭവിക്കും. ഇനി കോൺഫ്ലിക്ട് തിയറിക്കാർ എന്താ പറയുന്നത്? കോൺഫ്ലിക്ട് തിയറിക്കാർ പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറീസ് ചേഞ്ച് പറയുന്നതനുസരിച്ച് ഇതൊരു സ്പെസിഫിക് തിയറി ആയിട്ട് എടുത്തു പറയാൻ അതിനകത്തൊന്നുമില്ല. അവർ പറയുന്നത് എന്താ, കോൺഫ്ലിക്ട് തിയറിയിലും ഒരു കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും കോൺഫ്ലിക്റ്റും കോൺസ്റ്റന്റ് ആണ്. അത് കോൺഫ്ലിക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പർട്ടിക്കുലർ ചേഞ്ച് ഉണ്ടായി, ആ ചേഞ്ചിനോട് ആളുകൾ പ്രതികരിക്കുന്ന വിധം എങ്ങനെയാണോ അതാണ് കോൺഫ്ലിക്ട് തിയറിയുടെ മെയിൻ ഐഡിയ. അപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇതിനെ ഒപ്രസ് ചെയ്യുന്നു, ബട്ട് ലേറ്റർ സ്റ്റേജിൽ ഇവരത് അക്സെപ്റ്റ് ചെയ്യുക, ആ കോൺഫ്ലിക്ട് തിയറി അവർ അംഗീകരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ചേഞ്ച് ആ ആളുകൾക്ക് പ്രോഗ്രസീവ്ലി ഉണ്ടായാൽ ഹോൾ സൊസൈറ്റിക്കും നല്ലതാണ്. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്, കോൺഫ്ലിക്ട് തിയറിക്കാർ പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ തിയറീസ് 3. ഇനി ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് നമുക്ക് മെയിൻ ആയിട്ട് 4 ഫാക്ടേഴ്സ് ഉണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ബയോളജിക്കൽ ഫാക്ടർ എന്താന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഫാക്ടർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോൺ ഹ്യൂമൻ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്നും ഹ്യൂമൻ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്നും. നോൺ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാത്തത്, പ്ലാന്റ്സും ആനിമൽസും. നമുക്കറിയാം പ്ലാന്റ്സും ആനിമൽസും ഇല്ലെങ്കിൽ ഹ്യൂമൻസിന് എക്സിസ്റ്റൻസ് ഇല്ല. നമുക്ക് ഫുഡ്, മെഡിസിൻ, ഷെൽട്ടർ, അങ്ങനെയെല്ലാം, ഈവൻ ഓക്സിജൻ പോലും തരുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ ഈവൻ നിങ്ങൾക്ക് ഡൈനോസറിന്റെ കാര്യം അറിയാം. ഡൈനോസർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഓർഗാനിസം ഇല്ലാതാവാൻ കാരണമായി കണക്കാക്കപ്പെടുന്ന ഒരു തിയറി, ഹീറ്റ് വേവ്സ് ഉണ്ടായിട്ട് അന്നുണ്ടായിരുന്ന എല്ലാ പ്ലാന്റ്സും ട്രീസും നശിച്ചു പോയി. അവർക്ക് ഫുഡ് ഇല്ലാതായതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഡൈനോസറുകൾ നശിച്ചു പോയത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു എൻ്റെ അത്രയും വലിയൊരു ഓർഗാനിസത്തിന്റെ എക്സിസ്റ്റൻസിനെ പോലും ആര് ബാധിച്ചു, പ്ലാന്റ്സുകൾ ബാധിച്ചു. നമ്മുടെ എക്സിസ്റ്റൻസിനെ ആര് ബാധിക്കുന്നുണ്ട്, പ്ലാന്റ്സും ആനിമൽസും ബാധിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായാൽ എന്ത് പറ്റുന്നു, ഹ്യൂമൻസിനും ചേഞ്ച് ഉണ്ടാകുന്നു. ഇപ്പം ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാന്റോ ആനിമലോ ഇല്ലാതായി, ആളുകൾക്ക് ഫുഡ് ഇല്ലാതായി, അവർ ആ സ്ഥലം വിട്ടിട്ട് എന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്തേക്ക് വരും. അപ്പൊ ഇവിടെ എന്തെന്നു, വരുന്ന പുതിയ സ്ഥലത്തേക്ക് കുറെ ചേഞ്ചസ് ഉണ്ടാവുന്നു. പുതിയ ആളുകൾ വന്നു ചേരുന്നു, പുതിയ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, വരുന്നവരുടെ ലൈഫ് സ്റ്റൈലിനെ അത് ബാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സോഷ്യൽ ചേഞ്ചുകൾ ഉണ്ടാവും. അവിടെ എല്ലാം എന്ത് വരേണ്ടി വരും, സോഷ്യൽ കൺട്രോൾ വരേണ്ടി വരും. അപ്പൊ സോഷ്യൽ ചേഞ്ചിന്റെ ബയോളജിക്കൽ ഫാക്ടറാണ് അത്. ഇനി ഹ്യൂമൻ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ ആയിട്ട് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ, അതിന്റെ ക്വാണ്ടിറ്റിയോ അതിന്റെ ഡെൻസിറ്റിയോ അവരുടെ കോമ്പോസിഷനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം ഒരുപാട് ആളുകൾ തിങ്ങി പറക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചോ, അവിടെ എന്തൊക്കെ പറ്റും, അവിടെ ആളുകളുടെ ഹെൽത്ത് ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൈജീൻ ഇല്ലാതാവുന്നു, ഹെൽത്തിനെ ബാധിക്കുന്നു. ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യുന്നു, പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ കൾച്ചറൽ പാറ്റേൺസ് വരുന്നു. ഇതെല്ലാം എന്ത് പറ്റും, സോഷ്യൽ ചേഞ്ചിന് കാരണമായിട്ട് മാറും. ഇനി ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പം നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, ഒരു എർത്ത് ക്വേക്കോ അല്ലെങ്കിൽ ഫ്ലഡോ ഉണ്ടായി, ആളുകൾക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാവും. ആളുകൾ വേറൊരു ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ പുതിയ ഏരിയയിൽ എന്തായി, ഓവർ പോപ്പുലേഷൻ ആയി. അവിടെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് ഫുഡ് ഇല്ലാത്ത ഒരു അവസ്ഥ വരാം. അവര് സ്ലം ഏരിയ ആയിട്ട് മാറാം. അവരുടെ ഹെൽത്തിന് ഹൈജീൻ ഇല്ല, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഫുഡ് അവൈലബിലിറ്റി അല്ലെങ്കിൽ വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പുതിയ പാറ്റേൺ ഓഫ് ലൈഫ് ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെ കുറെ എന്ത് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാകും. ഇതാണ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. ഇനി ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയിൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവുക. അതായത് ഇപ്പം നിങ്ങൾക്ക് പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാവുന്നു. അത് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ലൈഫ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആവുന്നു. 2G നിന്ന് 3G 4G 5G ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായി, ലൈഫ് ഈസിയർ ആവുക, കുറച്ചുകൂടെ സ്മൂത്ത് ആവും നിങ്ങളുടെ വേ ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് അവൈലബിലിറ്റി ഉണ്ടാവും. ഈ ഇന്റർനെറ്റ് അവൈലബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, അവർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെടുത്താലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇതൊന്നും അവൈലബിൾ അല്ലാത്ത ട്രൈബൽ ഏരിയ താമസിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ ലൈഫ് കുറച്ചുകൂടെ എന്തായിരിക്കും, ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറും കമ്പയർ ടു യു. അപ്പൊ അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം അമേരിക്കൻ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പിഡ് ആയിട്ട് ഈവൻ ഈസ്റ്റേൺ കൺട്രീസിൽ പോലും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അവരുടെ വേ ഓഫ് ലിവിങ്, അവരുടെ ക്ലോത്ത് പാറ്റേൺസ്, അതായത് ഡ്രസ്സിങ് സ്റ്റൈല്, ഫുഡ്, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെസ്റ്റേൺ കൾച്ചർ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്.
അപ്പൊ ഇതെല്ലാം എന്താണ്, ടെക്നോളജിയുടെ ഭാഗമാണ്. ഇതിനൊരു ഡാർക്ക് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴമ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ കൾച്ചറിനെ ബാധിക്കും, നമ്മൾ ഇത്രയും കാലം കൊണ്ടുവന്ന ട്രഡീഷണൽ ബിലീഫ്സ് എല്ലാം ഇല്ലാതാവുന്നതിന് കാരണമായിട്ട് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. ഇനി സോഷ്യോ കൾച്ചറൽ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ കൾച്ചറൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, സൊസൈറ്റി ശരിക്കും ആരുണ്ടാക്കിയതാ? മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ് സൊസൈറ്റി. അതുകൊണ്ട് അവിടെ ചേഞ്ച് ഉണ്ടാവാൻ അതിന് കാരണക്കാരനും ആര് തന്നെ ആയിരിക്കും? ഹ്യൂമൻ ആയിരിക്കും. അപ്പൊ ആന്ത്രോപോളജിക്കൽ ആക്ഷൻസ്, അതായത് ഹ്യൂമൻ ആക്ഷൻസ് ആണ് ശരിക്കും സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നത്. അവരുടെ പുതിയ ഡിസ്കവറി, ഇൻവെൻഷൻ, അല്ലെങ്കിൽ അവരുടെ ഡിഫ്യൂഷൻ, അവരുടെ സോഷ്യൽ മൂവ്മെന്റുകൾ, ഇതെല്ലാം എന്തിന് കാരണമാകും? സോഷ്യൽ ചേഞ്ചിന് കാരണം ഉണ്ടാകും. അതേപോലെ അവരുടെ ആറ്റിറ്റ്യൂഡുകളോ അവരുടെ വാല്യൂസ് മാറിയാൽ പോലും എന്ത് ചെയ്യാം? സോഷ്യൽ ചേഞ്ചിൽ എഫക്ട് ചെയ്യാം. അപ്പം ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ ചേഞ്ച് ഉണ്ടാവുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് റോഡ് ഏരിയകളിൽ, അതായത് സൊസൈറ്റീസ് ലൊക്കേറ്റഡ് അറ്റ് ദ വേൾഡ് ക്രോസ് റോഡ് ഏരിയാസ്. കുറെ കൺട്രീസ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മുടെ സിവിലൈസേഷൻസ്, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെ എടുത്തു വെച്ചോ. ഇൻഡസ് വാലി സിവിലൈസേഷൻ അതെന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇൻഡസ് വാലി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെയും ചൈനീസ് സിവിലൈസേഷന്റെയും ഇടയ്ക്ക് കടന്നൊരു സിവിലൈസേഷൻ IVC. അപ്പൊ ഈ ചൈനീസ് സിവിലൈസേഷനിൽ നിന്ന് മെസപ്പൊട്ടോമിയയിലേക്ക് അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ സ്ഥലങ്ങളിലേക്ക് സിൽക്ക് റോഡ് പാസ് ചെയ്തിരുന്നത് ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏരിയ വഴിയാണ്. അപ്പൊ കൂടുതൽ എന്ത് പറ്റി? കൂടുതൽ ട്രാൻസ്മിഷൻ ഉണ്ടായപ്പോഴത്തേക്കും ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഫുള്ള് ചേഞ്ച് ചെയ്യും. ആ ഒരു അർബൻ സിസ്റ്റത്തിലേക്ക് മാറുന്നു. ആളുകൾ കൂടുതൽ ഇവിടേക്ക് വരുന്നു. ഇവിടെ ഡെവലപ്മെന്റ്സ് അച്ചീവ് ചെയ്യുന്നു. ടെക്നോളജിക്കലി ഡെവലപ്മെന്റ് മറ്റ് രണ്ട് സിവിലൈസേഷനും അപേക്ഷിച്ച് കൂടുതലായി നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ക്രോസ് റോഡ് ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മുടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ തന്നെ പറയാം, വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ അമേരിക്കൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു എടുത്ത് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ചേഞ്ചിന് കാരണമാകുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ആഫ്രിക്കൻ കൺട്രീസ് എടുക്കുക, അവിടെ എന്തില്ല? അത്രത്തോളം ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റോ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റോ ഇല്ല. അതുകൊണ്ട് സോഷ്യൽ ചേഞ്ചിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നു എടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഐസൊലേറ്റഡ് ഏരിയയേക്കാൾ ക്രോസ് റോഡ് ഏരിയയിലുള്ളവർക്ക് സോഷ്യൽ ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഉണ്ട്. അപ്പൊ അവരുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാം, അവരുടെ കൺസർവേറ്റിസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലതുണ്ടാവും. ഇനി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച് ഉണ്ടാകാറുണ്ട്. അതായത് എല്ലാവരും ഈസിലി ചേഞ്ചിന് വിധേയരാകാറില്ല. ഇപ്പം നമ്മുടെ തന്നെ നമുക്ക് വെസ്റ്റേൺ കൾച്ചർ വന്നെന്ന് വെച്ചോ. വെസ്റ്റേൺ കൾച്ചർ വരുമ്പോൾ നമ്മുടെ ഫുഡ് സിസ്റ്റം മാറും. ഓക്കെ, നമ്മൾ എന്താണ് പുട്ടും കടലയും അല്ലെങ്കിൽ അപ്പവും മുട്ടയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ രാവിലെ നൂഡിൽസും സാൻഡ്വിച്ചും ബർഗറും കഴിക്കാൻ തുടങ്ങും. ഓക്കെ, ഫുഡ് സിസ്റ്റം മാറി. അതേസമയം വെസ്റ്റേൺ കൾച്ചർ വന്നു എന്ന് കരുതിയിട്ട് എല്ലാവരും ഹിന്ദുയിസം വിട്ടിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറുകയും അല്ലെങ്കിൽ എല്ലാവരും ഹിന്ദുയിസം വിട്ടിട്ട് എയ്തിസ്റ്റുകളാവുകയും ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? ചില കാര്യങ്ങളിൽ നമ്മൾ ഈസിലി ചേഞ്ച് ഉണ്ടാവുകയും ചില കാര്യങ്ങളിൽ നമ്മൾ റെസിസ്റ്റൻസ് കാണിക്കുകയും ചെയ്യും. അപ്പം ഒരു ട്രാൻസ്മിഷൻ സ്റ്റേജിലേക്ക് വരുന്നാൽ സോഷ്യൽ ചേഞ്ച് വന്നിട്ട് എല്ലാ കാര്യങ്ങളെയും ഈസിലി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളാണെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും? ചേഞ്ചിനോട് റെസിസ്റ്റൻസ് കാണിക്കും. അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ മോസ്റ്റ് പ്രിമിറ്റീവ് ട്രൈബുകൾ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് കമ്മ്യൂണിറ്റികൾ അത്ര പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല? ചേഞ്ചിന് വിധേയരാകത്തില്ല. എസ്പെഷ്യലി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ചേഞ്ച് ഇല്ലാത്ത കുറെ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നിക്കോബാറീസ് ട്രൈബുകളൊക്കെ എടുക്കുവാണെങ്കിൽ ശരിക്കും ഈ നിക്കോബാറീസ് ട്രൈബുകളെ കുറിച്ചൊന്നുള്ള പഠനങ്ങൾ പോലും അധികം വന്നിട്ടില്ല. അവരെ പുറത്തുള്ള ആളുകളെ എന്ത് ചെയ്യത്തില്ല? അംഗീകരിക്കത്തില്ല. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തില്ല? അധികം സോഷ്യൽ ചേഞ്ച് ഇല്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയൊക്കെയാണ് ചേഞ്ചുകൾ ഉണ്ടാവുന്നത്? ഡിസ്കവറി വഴിയോ ഇൻഫ്യൂഷൻ വഴിയോ ഇൻവെൻഷൻ വഴിയോ. അപ്പൊ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്യുക. അതേപോലെ ഡിഫ്യൂഷൻ വഴി ഉണ്ടാവാം. അതായത് ഇപ്പം LPG റിഫോംസ്, അതായത് ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നു, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ വന്നെന്ന് വെച്ചു. ഗ്ലോബലൈസേഷൻ മൂലം എന്ത് ചെയ്തു? മൈഗ്രേഷൻ ആരംഭിച്ചു. ഇവിടെ എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്നത്, NRIs കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവരായിരിക്കും. അപ്പോൾ അതായത് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവര് അവരെന്ത് സംഭവിക്കുന്നത്? അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകൾക്ക് മൈഗ്രേഷൻ ഉണ്ടാവും. അപ്പൊ അവര് കൂടുതൽ ആളുകൾ പുറത്തെ സ്ഥലത്തേക്ക് പോകുന്നു. ആ ഒരു ഡിഫ്യൂഷൻ ഉണ്ടാവുന്നു. കൾച്ചർ ഡിഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വാല്യൂസ്, നോംസ് ഡിഫ്യൂസ് ചെയ്യുന്നു. ഇങ്ങോട്ട് വരുന്നത്
ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യും, സ്പ്രെഡിങ് ഉണ്ടാവും. അത് തന്നെയാണ് ഐസൊലേറ്റഡ് ഏരിയകളിൽ എന്ത് ചെയ്യത്തില്ല, അത്ര പെട്ടെന്ന് കൾച്ചറൽ പാറ്റേൺ ആണെങ്കിലും സോഷ്യൽ ചേഞ്ച് ആണെങ്കിലും ഡിഫ്യൂസ് ചെയ്യത്തില്ല. അതേസമയം കുറച്ച് ബ്രോഡ് ഏരിയ ആണ്, മൈഗ്രേഷൻ ആളുകൾ കൂടുതലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സോഷ്യൽ ചേഞ്ച് ഉണ്ടാവാൻ കാരണമാകും. അതേപോലെ സോഷ്യൽ മൂവ്മെന്റും എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മൂവ്മെന്റുകൾ എന്താണ്, ഡിഫറെന്റ് 2 ടൈപ്സിൽ ഉള്ള സോഷ്യൽ മൂവ്മെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ സോഷ്യൽ മൂവ്മെന്റ് എങ്ങനെയാണെങ്കിലും സോഷ്യൽ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ സോഷ്യൽ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഷ്യൽ മൂവ്മെന്റുകളുണ്ട്, ലിബറൽ നേച്ചറിലുള്ള സോഷ്യൽ മൂവ്മെന്റുകളുണ്ട്. ഈ മൂവ്മെന്റുകൾ ശരിക്കും എന്തോ പറ്റും, സോഷ്യൽ ഓർഡറിനെ, എക്സിസ്റ്റ് ചെയ്യുന്ന സോഷ്യൽ ഫോമിനെ തകർത്ത് പുതിയ ഒരെണ്ണം റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീബിൽഡ് ചെയ്തിട്ട് അതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നവയായിരിക്കും സോഷ്യൽ മൂവ്മെന്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, കൺസർവേറ്റീവോ റീക്രിയേഷണറിയോ ആയിട്ടുള്ള അല്ലെങ്കിൽ റിയാക്ഷണറി ആയിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ അടുത്ത സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സിനകത്ത് ഉൾപ്പെടുന്നതാണ് റെവല്യൂഷണറി മൂവ്മെന്റ്. അതും ഒരു ടൈപ്പ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ആണ്. ഇപ്പം നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇതെല്ലാം എന്തോ പറ്റി, പുതിയ പുതിയ സോഷ്യൽ ചേഞ്ചുകൾ വരാൻ കാരണമായില്ലേ. ഫ്യൂറൽ സിസ്റ്റം മാറി, ഡെമോക്രസി വന്നു ഫ്രാൻസിൽ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാരണം എന്ത് ചെയ്തു, എല്ലാവരും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മാർക്കറ്റ് സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റുകളോ ഉണ്ടാവാനുള്ള ഒരു കാരണമായി. എക്കണോമി വളരുന്നു. ഇതെല്ലാം എന്താണ്, റെവല്യൂഷണറി മൂവ്മെന്റുകളാണ്. ഇതെല്ലാം എന്തോ പറ്റുന്നു, ഇതെല്ലാം പുതിയ കൈൻഡ് ഓഫ് സോഷ്യൽ ചേഞ്ചുകൾ വരാൻ കാരണമാകുന്നു. ഓക്കെ, ഇനി ഇമ്പാക്ട് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവമൊന്നുമില്ല. സോഷ്യൽ ചേഞ്ച് മൂലം എന്തൊക്കെ ഉണ്ടാകും, നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചേഞ്ചസ് സൊസൈറ്റി കാണാൻ പറ്റും. സോഷ്യൽ ചേഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾ എന്താ പറ്റും, ഏലിയനേറ്റ് ചെയ്യും ഇൻഡിവിജ്വൽസിനെ. എന്നുവെച്ചാൽ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എടുക്കുകയെന്ന് വെച്ചു, ഇപ്പം നമ്മുടെ തന്നെ സൊസൈറ്റി എടുക്കുകയെന്ന് വെച്ചു, എല്ലാവരും ഫോണിൽ കളിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ആർക്കും പരസ്പരം അറിയത്തില്ല. അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന, അപ്പുറത്തെ വീട്ടിൽ ആരാ താമസിക്കുന്നത്, ഫ്ലാറ്റ് താമസിക്കുവാണെങ്കിൽ പോലും അപ്പുറത്തെ വീട്ടിൽ ആരാണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അവരെന്താ, ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായാൽ ഏലിയനേഷൻ ബിറ്റ്വീൻ പീപ്പിൾ, അതായത് പരസ്പരം അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എന്തായിരിക്കും, ഇത്തരം ടെക്നോളജീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നിനും എന്ത് ചെയ്തില്ല, പരസ്പരം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ടെക്നോളജിക്കലി മെഷീൻസ് അതിനുള്ള ഇൻവെൻഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താൽ മതി. ആ ഒരു പേഴ്സണൽ റിലേഷൻ എന്ത് ചെയ്യും, ഇല്ലാതെ ആകും. ഇനി കാൾ മാർക്സ് അദ്ദേഹം പറയുന്ന അനുസരിച്ച് അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് നമ്മൾ മാറുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, കൂടുതൽ ഏലിയനേറ്റ് ചെയ്യപ്പെടും, പരസ്പരം അറിയാത്തൊരവസ്ഥയിലേക്ക് വരും. എന്തോ പറ്റുന്നു, ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ ആളുകളെ ഐസൊലേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. ആളുകൾ ഒറ്റയ്ക്കാവുന്നു. എന്ത് ചെയ്യുന്നില്ല, പരസ്പരം ഡിപ്പെൻഡൻസി ഇല്ല. ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യാനാ? അപ്പൊ ഇതെല്ലാം സോഷ്യൽ ചേഞ്ചിന്റെ നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. സോഷ്യൽ റിലേഷൻഷിപ്പുകൾ ഇല്ലാതാകുന്നതും ആളുകൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നതും എല്ലാം എന്താണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡർഖെയിം പറയുന്ന അനുസരിച്ച് എന്താണ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിന് പോസിറ്റീവ് എഫക്റ്റ് ആണ്. മാർക്സിന്റെ ഐഡിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയ ഐഡിയ ആണ് ഡർഖെയിം തരുന്നത്. ഡർഖെയിം പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾക്ക് പോസിറ്റീവ് എഫക്റ്റ് ആണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ. കാര്യം എന്താ, അവിടെ ഇന്നലെ പറഞ്ഞില്ല നമ്മൾ, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഡിവിഷൻ ഓഫ് ലേബർ ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ സഹായിക്കും. എവല്യൂഷണറി തിയറി കംപ്ലീറ്റ് ആയിട്ട് ഡർഖെയിം എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് ചെയ്തു. അദ്ദേഹം പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആളുകൾ പരസ്പരം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, എലിമിനേഷൻ ഉണ്ടാകുന്നു എന്നല്ല, പകരം ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വരുന്നു, ഒരു ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ് വരുന്നു, അവർക്ക് കീഴിലൊരു വർക്കേഴ്സ് വരുന്നു. ഇവരെന്ത് ചെയ്യും, ഡിപ്പെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോ പോസിറ്റീവായ ഒരു റിലേഷൻഷിപ്പ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ചിലപ്പോൾ അനോമി മീൻസ് അത് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു, ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകാം എന്ന് കരുതി എന്ത് ചെയ്യുന്നില്ല, അവിടെ ആളുകൾ പരസ്പരം തമ്മിലടിച്ച് മരിക്കുകയല്ല, പകരം ഡിപ്പെൻഡൻസി ഉണ്ടാവുകയും എന്ത് ചെയ്യും, സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് പരസ്പരം എന്താ റിലേറ്റഡ് ആണ് എന്നാണ് ഡർഖെയിം പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾക്ക് ഒരു ഡിസൻറ്റഗ്രേറ്റഡ് ആയ ഒരു ഫാമിലി പാറ്റേൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പഴയ ട്രഡീഷണൽ സൊസൈറ്റികളെ പോലെ വളരെ അടുത്ത പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള അച്ഛനമ്മ അല്ലെങ്കിൽ അമ്മയും മക്കളും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അവരുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് പാറ്റേൺ തന്നെ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ വൃദ്ധസദനങ്ങളുടെയും ഓൾഡ് ഏജ് ഹോം ഒക്കെ നമ്പേഴ്സ് കൂടാനുള്ള കാരണം എന്താ, സമയമില്ല. മക്കൾക്ക് അച്ഛനെയും അമ്മയും നോക്കാൻ സമയമില്ല. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവരവരുടെ ലൈഫിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും
എന്ത് പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഫാമിലി റിലേഷൻസ്, ഫാമിലി പാറ്റേൺസ്, ഫാമിലി വാല്യൂസ് ഇല്ലാതാകുന്നു. അപ്പം ഫാമിലി സിസ്റ്റം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ഇൻഡിവിജ്വലിസം വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളോ നിങ്ങളെ റിലേറ്റ് ചെയ്ത മറ്റുള്ളവരുടെ കാര്യങ്ങളോ നിങ്ങൾ അന്വേഷിക്കുന്നില്ല. അതാണ് അതിന്റെ വേറൊരു നെഗറ്റീവ് എഫക്റ്റ്. കാരണം ആളുകൾക്ക് കുറച്ച് ലിബറൽ വ്യൂസാണ്. എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രമാണ് നിങ്ങളുടെ പ്രധാനമായ ഘടകം. അവിടെ മറ്റുള്ളവരെ അത് ബാധിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ഇനി ടെക്നോളജി, അത് വളരെ പോസിറ്റീവായ ഒരു എഫക്റ്റ് ആണ്. അത് ടെക്നോളജി നോഹൗ, ടെക്നോളജി ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമൻ ലൈഫിനെ അല്ലെങ്കിൽ ഹ്യൂമൻ എൻവയോൺമെന്റിനെ കുറച്ചും കൂടെ എന്താക്കും, ഈസി ആക്കും, സ്മൂത്ത് വേ ഓഫ് ലിവിങ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് കൂടുതൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ വെഹിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ് എഫക്റ്റാണ്. പക്ഷെ അതേസമയം ഇതിനൊക്കെ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. ഓട്ടോമൊബൈൽസ് കൂടുതൽ വർദ്ധിക്കുന്നു, പൊല്യൂഷൻ കൂടുതലാവുന്നു, എൻവയോൺമെന്റിനെ അത് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേ കണക്കിന് ഡിമാൻഡ് ഫോർ ഫ്യൂവൽ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു കേസിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന് ഫ്യൂവൽ കിട്ടാത്തൊരവസ്ഥ വരാം. അതേ കണക്ക് ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, WMDകൾ, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് ബോംബുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുകൾ കൂടുതലാകുന്നു, ആളുകൾ തമ്മിലുള്ള ശത്രുത കൂടുതലാകുന്നു, ഹിരോഷിമ നാഗസാക്കി അറ്റാക്കുകൾ പോലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. ഇതെല്ലാം എന്താണ്, സോഷ്യൽ ചേഞ്ചിന്റെ ഭാഗമാണ്. അപ്പം ഗ്ലോബലൈസേഷൻ വന്ന് ഗ്ലോബൽ വില്ലേജ് ആയി എല്ലാവരും ഒന്നിച്ചാണ് എന്നൊക്കെ പറഞ്ഞാലും എന്താണ്, ഇതിനെല്ലാത്തിനും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ സോഷ്യൽ ചേഞ്ചിനും എന്തുണ്ട്, നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ഈ അവസാനത്തെ ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾ എക്സാം എഴുതാണ്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാം നിങ്ങൾ ഓർക്കണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ ഈസി ചാപ്റ്റർ ആണ്, കുറെ കാര്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം എന്ത് ചെയ്യുക, പഠിക്കുക, കാണാതെ പഠിക്കാനായിട്ടൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. താങ്ക് യു.